വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലാണ് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ SCRT പാഠഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ SCRT പാഠഭാഗങ്ങൾ 5, 6, 7 അങ്ങനെയുള്ള ക്ലാസ്സുകളിലെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാഠഭാഗങ്ങളാണ് ഇപ്പോൾ പഠിക്കണേ. അതിന് മുമ്പ് 8, 9 ക്ലാസ്സുകളിലെ മോഡേൺ ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ യൂട്യൂബില് ഇവിടെയാണ് പ്ലേലിസ്റ്റിൽ നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ അത് കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് ഏതായാലും കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഒരു മ്യൂസിയം വരികയാണ് പശുക്കൾക്ക് വേണ്ടിയിട്ട്. അതിന്റെ പേരെന്താണ്? നാഷണൽ കൗ കൾച്ചർ മ്യൂസിയം ആണ്. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മ്യൂസിയം വരുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. അതിന്റെ പേര് ഇതാണ്: നാഷണൽ കൗ കൾച്ചർ മ്യൂസിയം. അപ്പൊ നാഷണൽ കൗ കൾച്ചർ മ്യൂസിയം ലോകത്ത് ആദ്യമായിട്ട് നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ മധുരയിലാണ്. ഉത്തർപ്രദേശിലെ മധുരയില് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റി. എന്താണ്? പണ്ഡിറ്റ് ദീൻ ഉപാധ്യായ വെറ്റിനറി യൂണിവേഴ്സിറ്റി. ഇവിടെയാണ് എന്ത് വരുന്നത് എന്നാ പറയുന്നത്? നമ്മുടെ നാഷണൽ കൗ കൾച്ചർ മ്യൂസിയം വരുന്നത്. അപ്പൊ ഈ യൂണിവേഴ്സിറ്റി അപ്പൊ വേറൊരു രീതിയിൽ, രണ്ട് രീതിയിലുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് നാഷണൽ കൗ കൾച്ചർ മ്യൂസിയം ഉത്തർപ്രദേശിലെ മധുരയിൽ വരുന്നു. അത് എവിടെയാ വരുന്നത്? പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലാണ്. ഇനി നമ്മളോട് ഇങ്ങനെയും ചോദിക്കാം: പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ വെറ്റിനറി യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ മധുരയിലാണ്. ഇനി അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മ്യൂസിയം വരുന്നത് എവിടെയാണ്? കൗ കൾച്ചർ മ്യൂസിയം ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട്, അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ആദ്യമായിട്ട് നദിയുടെ അടിയിലായിട്ട് ഇരട്ടക്കുഴൽ തുരങ്കപാത നിലവിൽ വരികയാണ്. എന്താണ്? ഇരട്ടക്കുഴൽ തുരങ്കപാത. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് നദിയുടെ അടിയിൽ ഇരട്ടക്കുഴൽ തുരങ്കപാത നിലവിൽ വരുന്നത് എവിടെയാണ്? അസമിലാണ്. അപ്പൊ നദി ഏതാന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും: ബ്രഹ്മപുത്ര നദിയിൽ. അസമിലെ ബ്രഹ്മപുത്ര നദിയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് നദിക്കടിയിൽ ഒരു ഇരട്ടക്കുഴൽ തുരങ്കപാത നിലവിൽ വരുന്നു. ഇനി അടുത്തത് നോക്കൂ: ബംഗ്ലാദേശില് ഒരു പുതിയ പ്രധാനമന്ത്രി ചുമതലയേറ്റു. അപ്പൊ പുതിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരാണ്? അദ്ദേഹത്തിന്റെ പേര് താരിഖ് റഹ്മാൻ എന്നാണ്. എന്താണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ പേര്? താരിഖ് റഹ്മാൻ എന്നാണ്. ഏത് പാർട്ടിക്കാരനാണെന്ന് പഠിച്ചോളൂ: BNP, ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി. അപ്പൊ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി പാർട്ടിക്കാരനായ ശരിക്കും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ ചെയർമാൻ ആണ് ഇദ്ദേഹം. അദ്ദേഹത്തിനാണ് എന്താ പറയുന്നത്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുടെ ചുമതല ലഭിച്ചത്. ഇനി അടുത്തത് ബഫ്ത പുരസ്കാരം എന്ന് കേട്ടിട്ടുണ്ടോ? ബഫ്ത പുരസ്കാരം 2026 ബഫ്ത പുരസ്കാരം പ്രഖ്യാപിക്കുകയാണ്. ബഫ്ത പുരസ്കാരത്തിന്റെ പൂർണ്ണ രൂപം അറിയാത്തവർ പഠിക്കുവോ? ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്. ബഫ്ത അവാർഡ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ് എന്നാണ് അതിന്റെ പുതിയ പേര്. അതിന്റെ ഒറിജിനൽ എന്താ പറയാ, ഫുൾ ഫോം അതാണ് ബഫ്തയുടെ കേട്ടോ. അപ്പൊ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ് ലഭിച്ചത് ഒരു മണിപ്പൂരി ചിത്രത്തിനാണ് കേട്ടോ മക്കളെ. എന്തിനാണ്? മണിപ്പൂരി ചിത്രത്തിനാണ്. എന്താണ് ആ മണിപ്പൂരി ചിത്രത്തിന്റെ പേര്? ബൂങ് എന്നാണ് മണിപ്പൂരി ചിത്രത്തിന്റെ പേര്, ബൂങ്. ഈ ചിത്രത്തിന്റെ പ്രത്യേകത, ഇത് കുട്ടികൾക്കുള്ള ചിത്രമാണ്. അപ്പൊ കുട്ടികൾക്കായുള്ള മണിപ്പൂരി ചിത്രമായിട്ടുള്ള ബൂങ്ങിനാണ് 2026 ബഫ്ത പ്രൈസ് ലഭിച്ചത് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് സന്തോഷ് ട്രോഫി. സന്തോഷ് ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി എന്താണ്? സന്തോഷ് ട്രോഫി ഫുട്ബോൾ ആണ് അല്ലെ. അങ്ങനെ ചോദിക്കാറുണ്ട്, ഇത് ഏത് മേഖലയുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് ചോദിക്കാറുണ്ട്. ഫുട്ബോൾ ആണ്. 2025-26 സീസണിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? സർവീസസ് ആണ്. ആരാണ് നേടിയത്? സർവീസസ് ആണ് നേടിയത് എന്ന് ഓർത്തു വയ്ക്കുക. ആരാണ്? സർവീസസ് ആണ് നേടിയത്. ഇനി 2023-24 വർഷത്തെ സംസ്ഥാന കലാപുരസ്കാരാണ് പ്രഖ്യാപിക്കണേ. എന്താണ്? സംസ്ഥാന കലാപുരസ്കാരം പ്രഖ്യാപിക്കുകയാണ്. ആ സംസ്ഥാന കലാപുരസ്കാരത്തിൽ എന്താ പറയാ, വാദ്യകലാരംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് കൊടുക്കുന്ന അവാർഡിന്റെ പേരാണ്
പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം. പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം. ആ പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരത്തിന് ആരാണ് അർഹനായത്? അർഹനായ വ്യക്തിയുടെ പേര് ചോറ്റാനിക്കര വിജയനാണ്. അപ്പൊ പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരത്തിന് എന്താ പറയുന്നത്? അർഹനായത് ചോറ്റാനിക്കര വിജയനാണ്. അദ്ദേഹം തിമില കലാകാരനാണ്. അപ്പൊ തിമില കലാകാരനായ ചോറ്റാനിക്കര വിജയനാണ് വാദ്യകലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം നേടിയത് എന്ന് മറക്കാതെ ഓർത്തു വെക്കാട്ടോ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി സഹകരണ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സഹകരണ അധിഷ്ഠിത യാത്രാ പ്ലാറ്റ്ഫോം, ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അധിഷ്ഠിത യാത്രാ പ്ലാറ്റ്ഫോം എന്താണ്? യാത്രാ പ്ലാറ്റ്ഫോം. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അധിഷ്ഠിത യാത്രാ പ്ലാറ്റ്ഫോം ഏതാണ്? അതിന്റെ പേര് ഇതാണ്, ഭാരത് ടാക്സി. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അധിഷ്ഠിത യാത്രാ പ്ലാറ്റ്ഫോമിന്റെ പേര് ഭാരത് ടാക്സി എന്നാണ്. എന്താ പേര്? ഭാരത് ടാക്സി എന്നാണ് അതിന്റെ പേര്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത ചോദ്യം പഠിക്കാൻ പോവാണ്. അടുത്ത ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചു കേൾക്കോളൂ. അടുത്തിടെ 27 പേരുടെ മരണത്തിന് ഇടയാക്കിയ അനധികൃതമായിട്ടുള്ള കൽക്കരി ഖനനം നടന്ന കൽക്കരി 27 പേര് മരിച്ചു. 27 പേരുടെ മരണം നടന്നത് അനധികൃതമായിട്ട് കൽക്കരി ഖനനം നടന്നതുകൊണ്ടാണ്. അത് എവിടെയാണെന്നാ പറയുന്നത്? ആ സ്ഥലമാണ് നമ്മൾ പറയുന്നത് തങ്സു. എന്താണ്? തങ്സ്കൂ. എന്താ പേര്? തങ്സ്കൂട്ടോ. ശ്രദ്ധിക്കാം. തങ്സ്കൂ. ക്ലിയർ ആയില്ലേ? തങ്സ്കൂ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഈ തങ്സ്കൂ എന്ന് പറയുന്ന മേഖല ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ അടുത്തിടെ 27 പേരുടെ മരണത്തിനിടയാക്കിയ അനധികൃത കൽക്കരി ഖനനം നടന്ന തങ്സ്കൂ മേഖല ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിലാണ്. ഇനി രാജ്യത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ്? നിലവിൽ വരുന്നത്? ചേവായൂർ ആണ്. ചേവായൂർ എവിടെയാണ്? കോഴിക്കോട്. രാജ്യത്ത് ആദ്യമായി അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് എവിടെയാണ്? ചേവായൂർ ആണ്. ചേവായൂർ എവിടെയാണ്? കോഴിക്കോടാണ്. ഇനി കുട്ടികളുടെ അശ്ലീലമായിട്ടുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നവർക്കെതിരെ കേരള പോലീസ് നടപ്പിലാക്കിയ സൈബർ ഓപ്പറേഷൻ, കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷന് വിളിക്കുന്ന പേര് ഓപ്പറേഷൻ പി ഹണ്ട് എന്നാണ്. ഓപ്പറേഷൻ പി ഹണ്ട്. അപ്പൊ എന്താണ് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന് പറയുന്നത്? കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേരള പോലീസ് നടപ്പിലാക്കിയ സൈബർ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ പി ഹണ്ട് എന്നാണ്. ഡിജിറ്റൽ ആസക്തിയിൽ നിന്ന് മോചനം നേടാനായിട്ട്, അതായത് ആവശ്യമില്ലാണ്ട് നമുക്ക് മൊബൈൽ കാണാം, ടി വി കാണാം, അങ്ങനത്തെ പരിപാടികളൊക്കെ കൂടുതൽ താല്പര്യം തോന്നുന്ന ആ ആസക്തിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്കായി കേരള പോലീസ് ഇതും ആരംഭിച്ചത് ആരെന്നെയാണ്? കേരളത്തിലെ പോലീസ് തന്നെയാണ്. കേരള പോലീസ് ആരംഭിച്ച ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ. കണ്ട? എന്താ ആരംഭിച്ചേക്കണേ? ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര് എന്താണ്? DDAD എന്നാണ്. DDAD, ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിന്റെ പേരെന്താണ്? DDAD എന്നാണ്. ഇനി അടുത്തത് 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? മലയിൻകീഴ് ഗോപാലകൃഷ്ണൻ. ആർക്ക് ലഭിച്ചു? മലയിൻകീഴ് ഗോപാലകൃഷ്ണന് ലഭിച്ചു. മലയിൻകീഴ് ഗോപാലകൃഷ്ണനാണ് 2024 സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടുന്നത്. ഇനി അടുത്തത് ബാഡ്മിന്റൺ സിംഗിൾസിൽ. ബാഡ്മിന്റൺ എന്താണ്? സിംഗിൾസ് ആണ്.
ഈ ബാഡ്മിന്റൺ സിംഗിൾസില് 500 ജയങ്ങൾ തികയ്ക്കുന്ന 500 ജയങ്ങൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? PV സിന്ധു. ബാഡ്മിന്റൺ സിംഗിൾസിൽ 500 ജയങ്ങൾ തികയ്ക്കുന്ന ആദ്യ എന്താ പറയുന്നത് വനിതാ താരം ആരാണ്? PV സിന്ധു ആണ്. ഇനി അടുത്തത് നോക്കൂ, 2026 ലോക ക്യാൻസർ ദിനം. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം എന്താണ്? ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം സവിശേഷതകളാൽ ഒന്നിച്ച് എന്നാണ്. സവിശേഷതകളാൽ ഒന്നിച്ച് എന്നാണ്. 2026 ലോക ക്യാൻസർ ദിന പ്രമേയം എന്താണ്? സവിശേഷതകളാൽ ഒന്നിച്ച് എന്നാണ്. 2026 തന്നെ ജാനുവരി മാസത്തിൽ ലോക കേരള സഭയുടെ ലോക കേരള സഭയുടെ 5ാം പതിപ്പിന് വേദിയായത് എവിടെയാണ്? 5ാം പതിപ്പിന് വേദിയായത് തിരുവനന്തപുരമാണ്. എവിടെയാണ്? തിരുവനന്തപുരമാണ്. അടുത്തത് ശ്രദ്ധിക്കുക, അടിമത്വം നിയമവിധേയമാക്കാനായിട്ട് പുതിയ ക്രിമിനൽ നിയമം നടപ്പിലാക്കിയത് ഏത് രാജ്യമാണ്? അഫ്ഗാനിസ്ഥാനാണ്. ആരാണ്? അഫ്ഗാനിസ്ഥാനാണ്. അടിമത്വം നിയമവിധേയമാക്കാനായിട്ട് പുതിയ ക്രിമിനൽ നിയമം നടപ്പിലാക്കിയത് ആരാണ്? അഫ്ഗാനിസ്ഥാനാണ്. ആരാണ് നടപ്പിലാക്കിയത്? അഫ്ഗാനിസ്ഥാനാണ്. ഇനി അടുത്തത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അല്ലെ, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് അല്ലെ, അത് 2026 ജാനുവരി 14 മുതൽ എവിടേക്കാണ് മാറ്റിയത്? സെൻട്രൽ വിസ്തയിലേക്ക്. എവിടേക്ക് മാറ്റി? സെൻട്രൽ വിസ്തയിലേക്ക് മാറ്റി. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് 2026 ജാനുവരി 14 മുതൽ എവിടേക്ക് മാറ്റി? സെൻട്രൽ വിസ്തയിലേക്ക് മാറ്റി. ഇനി അടുത്തത് 2026 അല്ലെ കൈറ്റ് ഫെസ്റ്റിവൽ നടന്നത് എന്താണ്? ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ, അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ, ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. 2026 ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ നടന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇനി അടുത്തത് AI ചാറ്റ് ബോട്ട് ഏതാണ്? ഗ്രോക്ക്. AI ചാറ്റ് ബോട്ടിന്റെ പേരാണ് ഗ്രോക്ക്. ആ ഗ്രോക്കിന് വിലക്കേർപ്പെടുത്തിയത് ഏത് രാജ്യങ്ങളാണ്? ഒന്ന് മലേഷ്യയും അടുത്തത് ഇന്തോനേഷ്യയുമാണ്. അപ്പൊ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ AI ചാറ്റ് ബോട്ടായ ഗ്രോക്കിന് ഏർപ്പെടുത്തി എന്നാ പറയുന്നത്? വിലക്ക് ഏർപ്പെടുത്തി. അടുത്തത് 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ്? 2025 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് EP രാജഗോപാലാണ്. EP രാജഗോപാലൻ. 2025 ഓടക്കുഴൽ അവാർഡ് EP രാജഗോപാലനാണ്. EP രാജഗോപാലൻ. ഇനി അടുത്ത നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്, കേരളത്തിന് സ്വന്തമായി ഒരു ഔദ്യോഗിക ബാക്ടീരിയ അഥവാ ഔദ്യോഗിക സൂക്ഷ്മാണു നിലവിൽ വന്നു. കേരളത്തിന്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവിന്റെ പേര് എന്താണ്? ബാസിലസ്. എന്താണ്? ബാസിലസ് സബ്റ്റിലിസ്. എന്നാണ്. ബാസിലസ് സബ്റ്റിലിസ് എന്നാണ് ഔദ്യോഗിക സൂക്ഷ്മാണുവിന്റെ പേര് എന്ന് ഓർത്തു വെക്കുക. എന്താണ്? ബാസിലസ് സബ്റ്റിലിസ് എന്നാണ്. ഇനി അടുത്തത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധി, നല്ല അസാമാന്യമായിട്ടുള്ള ബുദ്ധി വൈഭവം കൊണ്ട് മനുഷ്യനെ തന്നെ അതിശയിപ്പിച്ച ഒരു ചിമ്പാൻസി ഉണ്ട്. ഭയങ്കര ബുദ്ധിയായിരുന്നു എന്നാ പറയണേ ആ ചിമ്പാൻസിക്ക് കേട്ടോ. ആ ചിമ്പാൻസിയുടെ പേര് എന്താണ്? ആയി എന്നാണ്. എന്താണ് ചിമ്പാൻസിയുടെ പേര്? ആയി ട്ടോ. AI ആയി എന്നാണ്. ഈ ചിമ്പാൻസി ഈ അടുത്ത കാലത്ത് എന്താണ്? വിട ചൊല്ലി പറഞ്ഞാൽ മരിച്ചു പോയിട്ടോ. അപ്പൊ എവിടെയായിരുന്നു ഈ ചിമ്പാൻസി?
ചിമ്പാൻസി. എവിടുത്തെ ചിമ്പാൻസി? അത് ജപ്പാനിലെ ചിമ്പാൻസിയാണ്. ആയി എന്ന് പറഞ്ഞാൽ ജപ്പാനി ഭാഷയിൽ സ്നേഹം എന്നാണ് അർത്ഥം. ആയി എന്ന് പറഞ്ഞാൽ ജപ്പാനീസ് ഭാഷയിൽ സ്നേഹം എന്നാണ് അർത്ഥം. അസാമാന്യ ബുദ്ധി വൈഭവം കൊണ്ട് മനുഷ്യകുലത്തെ തന്നെ അതിശയിപ്പിച്ച ജപ്പാനിലെ ചിമ്പാൻസി വിട ചൊല്ലി. ആ ജപ്പാനിലെ ചിമ്പാൻസിയുടെ പേരാണ് ആയി പറയണ. ആയി എന്ന് പറഞ്ഞാൽ ജപ്പാനി ഭാഷയില് സ്നേഹം എന്നാണ് അർത്ഥം എന്ന് മനസ്സിലാക്കാം. ഇന്ത്യയുടെ പുതിയ US സ്ഥാനപതി ആരാണ്? ഇന്ത്യയുടെ പുതിയ US സ്ഥാനപതി ആരാണ്? സെർജിയോ ഗോറ. ആരാണ്? സെർജിയോ ഗോറാണ്. ഇന്ത്യയുടെ പുതിയ US സ്ഥാനപതി ആരാണ്? സെർജിയോ ഗോറാണ്. ആരാണ്? സെർജിയോ ഗോർ. ഇനി സംസ്ഥാനത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പുതിയ 2 പദ്ധതികൾ ആരംഭിച്ചു. ഏതൊക്കെയാണ് ആ പദ്ധതികളുടെ പേര്? ഒന്നിന്റെ പേര് നാരങ്ങ മിഠായി എന്നാണ്. അടുത്തത് വിഷയ അധിഷ്ഠിത ആഴ്ചകൾ എന്നാണ്. വിഷയ അധിഷ്ഠിത ആഴ്ചകൾ മനസ്സിലായോ? അപ്പൊ ഒന്ന് എന്താണ്? നാരങ്ങ മിഠായി. അടുത്തത് വിഷയ അധിഷ്ഠിത ആഴ്ചകൾ. ഇതെന്താണ് രണ്ടും എന്ന് നമുക്ക് പഠിച്ചു വെക്കാം. ഇനി കളികളില് ഈ നാരങ്ങ മിഠായി പറഞ്ഞ എന്താ? കളികളിൽ ഏർപ്പെടാനുള്ള കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്ന പദ്ധതിയാണ് നാരങ്ങ മിഠായി. കളികളിൽ ഏർപ്പെടാനുള്ള കുട്ടികളുടെ അവകാശം സംരക്ഷിക്കുന്ന പദ്ധതി നാരങ്ങ മിഠായി. ഓരോ ആശയം മുൻനിർത്തി വിദ്യാലയങ്ങളിൽ വിഷയാധിഷ്ഠിത ആഴ്ചകൾ ആചരിക്കുന്നതാണ് ഏതെന്ന് പറഞ്ഞ വിഷയാധിഷ്ഠിത ആഴ്ചകൾ. ഇപ്പൊ എക്സാമ്പിൾ പറയാം. ശകാരിക്കാത്ത വാരം, ഒരാഴ്ച മുഴുവൻ കുട്ടികളെ ശകാരിക്കില്ല. അടുത്തത് അഭിനന്ദന വാരം, ഒരാഴ്ച മുഴുവൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അവരെ അഭിനന്ദിക്കുന്ന അഭിനന്ദന വാരം. അടുത്ത ഡിജിറ്റൽ അടിമത്തം ഉപേക്ഷിക്കൽ വാരം, നന്ദി പ്രകടന വാരം. അങ്ങനെ ഓരോ ആഴ്ചകളിൽ ഓരോ വാരമായിട്ട് ആഘോഷിക്കുക എന്നുള്ളതാണ് വിഷയാധിഷ്ഠിത ആഴ്ചകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി അടുത്തത് ഒരെണ്ണം കൂടെയും പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ISROന്റെ 2026 ആദ്യത്തെ വിക്ഷേപണ ദൗത്യം ഏതാണ്? PSLV-C 62. PSLV-C 62 ISROന്റെ 2026 ആദ്യത്തെ വിക്ഷേപണ ദൗത്യം PSLV-C എന്താണ്? 62 ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. എല്ലാവർക്കും ക്ലാസ് ഒക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.